വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ സി എസ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഓൺലൈനായിട്ടുള്ള കോച്ചിങ്, ദെൻ അതിന്റെ ഷോർട്ട് നോട്ട്, ഇതൊക്കെ അവൈലബിൾ ആണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി കാണാം കേട്ടോ. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീരീസ് ആണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ഒന്ന് പാസ് ആക്കണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വീഡിയോയിലൂടെ പോണേക്കാൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ എക്സാം ആയിട്ട് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു പേപ്പറാണ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. നമുക്കറിയാം, നമുക്ക് പാസ്സാകാൻ വേണ്ടത് 35 മാർക്കാണ്. ടോട്ടൽ 100-ല് 2 സ്പ്ലിറ്റ് ആയിട്ടാണ് വരുന്നത്. എക്സ്റ്റേണൽ 70 മാർക്ക്, ഇന്റേണൽ 30. സോ ഇന്റേണൽ നിങ്ങൾ അസൈൻമെന്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ എക്സ്റ്റേണൽ 70-ൽ നമുക്ക് 30% ആയിട്ടുള്ള 21 വേണം, ബാലൻസ് ഇന്റേണലിൽ നിന്ന് കിട്ടാം. ഓക്കെ, അപ്പൊ രണ്ടും കൂടിയിട്ട് നമുക്ക് 35 മാർക്കാണ് വേണ്ടേ. അപ്പോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ആ 21 എബോവിലോട്ട് എത്താൻ വളരെ ഈസിയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസിലും അതുപോലെ തന്നെ ഷുവർ ക്വസ്റ്റ്യനിലും ഒക്കെ പറഞ്ഞിട്ടുള്ള പല ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ അത് തന്നെ ഫോക്കസ് ചെയ്താൽ ഈസി ആയിട്ട് ഇത് നടക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് 2 പാർട്ടിലോട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാർട്ട് സിയും പാർട്ട് എയും. ഈ 2 പാർട്ടിലോട്ട് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾ ജയിച്ചു. പാർട്ട് സിയിൽ നമുക്കറിയാം essay 4 essay ചോദ്യങ്ങൾ വരുന്നു. അതിൽ 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഒരു ചോദ്യത്തിന് 15 മാർക്കാണ്. അപ്പോ നമ്മുടെ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് അറിയുന്ന പോലെ ചോദ്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതെന്തായാലും കിട്ടും. ഓക്കെ, ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പാർട്ട് സിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ്, അതിന്റെ അപ്രോച്ചസ്, EIC ഫ്രെയിംവർക്ക്, ആ ഒരു ചാപ്റ്ററിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു essay ചോദ്യം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണ്, അതിന്റെ നീഡ്, സ്ട്രാറ്റജീസ്, നിർബന്ധമായും അത് ഫോക്കസ് ചെയ്യുക. പിന്നെ അസറ്റ് പ്രൈസിങ് മോഡൽസ് മറ്റൊരു ടോപ്പിക്. പിന്നെ ബിഹേവിയറൽ ഫിനാൻസ് എന്താണ്, ബിഹേവിയർ ഫിനാൻസിന്റെ ബയാസസ് ഉണ്ട്, ഹ്യൂറിസ്റ്റിക്സ് ഉണ്ട്, ഞാൻ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഏരിയ. ദെൻ പോർട്ട്ഫോളിയോ അനാലിസിസ് എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും. അപ്പൊ ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങള് ഞാൻ ഓൾറെഡി സജഷൻ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് 2 essay കിട്ടും. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കാണെങ്കിലും അവസാനിപ്പിക്കാൻ പറ്റുന്ന 2-3 ടോപ്പിക്കുകളാണ് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ്, ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ബേസിക്സ്, ഈ പറയുന്ന പോർട്ട്ഫോളിയോ റിവിഷൻ, ബിഹേവിയർ ഫിനാൻസിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന പോലെ എഴുതിയാൽ മുഴുവൻ മാർക്കൊന്നും വേണ്ട, പകുതി കിട്ടിയാൽ മതി. ഇപ്പോൾ 7.5 മാർക്ക് വെച്ചിട്ടാണെങ്കിലും നമുക്കൊരു 15 മാർക്കിന്റെ അടുത്ത് എത്താൻ പുഷ്പം പോലെ പറ്റും. 10 എബവ്, 10-നും 15-ന്റെ ഇടയിൽ നമുക്ക് അറിയുന്ന പോലെ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പാർട്ട് എയിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്: സ്പെക്കുലേഷൻ എന്താണ്, ഗാംബ്ലിംഗ് എന്താണ്, SIP, SWP, ബിഹേവിയറൽ ഫിനാൻസ് എന്താണ്, മെന്റൽ അക്കൗണ്ടിങ് എന്താണ്, റിസ്ക് എന്താണ്, റിസ്കിന്റെ ഡിഫറെന്റ് ടൈപ്സ്, സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക്, ക്രിപ്റ്റോ കറൻസി എന്താണ്, പിന്നെ ULIP എന്താണ്, ETF എന്താണ്, ഫണ്ടമെന്റൽ അനാലിസിസ് കൺസെപ്റ്റ് എന്താണ്, EIC എന്താണ്, പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ എന്താണ്, സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്താണ്, പോർട്ട്ഫോളിയോ റിവിഷൻ, പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ, ഷാർപ്പ് റേഷ്യോ. ഇങ്ങനെ 2 മാർക്സിൽ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പാർട്ട് എയിൽ നിന്ന് ഒരു 2-3 എണ്ണം കിട്ടാൻ ഒരു 5-8 ചോദ്യങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് എന്തായാലും കിട്ടുന്നേ. അപ്പോ പാർട്ട് എയും പാർട്ട് സിയും നമുക്ക് അറിയുന്ന പോലെ പ്രസന്റ് ചെയ്താൽ തന്നെ അവിടെ 21 എബോവായി, നിങ്ങൾ പാസ്സായി. ദെൻ ബാലൻസ് ഉള്ളത് ഇന്റേണൽ കൂടി കിട്ടിയാൽ ഓക്കെയാണ്. പിന്നെ ദെൻ ഇതിന്റെ കഷ്ടപ്പാടുമില്ല. ഞാൻ പാർട്ട് ബിയിലെ എന്തായാലും പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ സജഷനായിട്ട് നൽകിയിട്ടുണ്ട്, അത് നോക്കാം. നമുക്ക് അറിയുന്ന പോലെ അതും കൂടി പ്രസന്റ് ചെയ്താൽ
ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത് ഈ എയും സിയും ഫോക്കസ് ചെയ്യുക, അറിയുന്ന പോലെ ബിയും കൂടിയും ഫോക്കസ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യുക, ഒരൊറ്റ ചോദ്യം പോലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും പുഷ്പം പോലെ പാസ്സായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ സജഷൻ ഇതൊക്കെ പഠിച്ച് നമ്മുടെ ഷോർട്ട് നോട്ട് ആക്സസ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഹൈ സ്കോറിലോട്ട് ഈസി ആയിട്ട് എത്തിച്ചു വരുന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ലൈവ് ഉണ്ട് 8 മണിക്ക്, അത് അറ്റൻഡ് ചെയ്യുക. ആ ലൈവിൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ നൽകുന്നതായിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക, അതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.